ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 17-ാമത്തെ വചനത്തിൻ്റെ ആദ്യ ഭാഗം നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാനായിട്ടാണ് അച്ഛൻ ഇന്ന് ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. വചനം എങ്ങനെയാണ്? യേശു പറഞ്ഞു, നീ എന്നെ തടഞ്ഞു നിർത്താതിരിക്കുക. മഗ്ദലേന മറിയം, ഉയർപ്പിന് ശേഷം ആദ്യമായി കർത്താവിനെ കാണാനുള്ള ഭാഗ്യം ലഭിച്ച ഒരു സ്ത്രീ, അവളോട് കർത്താവ് പറയുന്ന വചനഭാഗമാണിത്. എന്ന് പറഞ്ഞാൽ ഈ വചനത്തിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? മഗ്ദലേന മറിയം തടഞ്ഞാൽ കർത്താവിന് നിൽക്കേണ്ട വരും. അതുകൊണ്ട് മറിയത്തോട് പറയാം, നീ എന്നെ തടഞ്ഞു നിർത്താതിരിക്കുക. അപ്പോൾ എന്തുകൊണ്ടാണ് മഗ്ദലേന മറിയത്തിന് കർത്താവിനെ തടഞ്ഞു നിർത്താൻ മാത്രമുള്ള ഒരു പവർ ഉണ്ടായതെന്ന് ധ്യാനിക്കാം നമുക്കിന്ന്. മഗ്ദലേന മറിയം ആരായിരുന്നു നമുക്ക് നന്നായിട്ട് അറിയാം. പാപിനിയായ സ്ത്രീ, വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവൾ, അവളെ കല്ലെറിഞ്ഞ് കൊല്ലുന്നതിന് മുമ്പ് കർത്താവിൻ്റെ കാരുണ്യം കൊണ്ട് രക്ഷപ്പെട്ടതാണ്. എന്നിട്ട് കർത്താവ് അവളോടൊരു കാര്യം പറഞ്ഞു, മേലിൽ പാപം ചെയ്യരുത്, ഞാനും നിന്നെ വിധിക്കുന്നില്ല, പക്ഷേ മേലിൽ നീ പാപം ചെയ്യരുത്. കർത്താവ് പറഞ്ഞ ആ വാക്ക് അക്ഷരാർത്ഥത്തിൽ 100% പാലിച്ചുകൊണ്ടാണ് പിന്നീട് ഈ മഗ്ദലേന മറിയത്തിൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് കർത്താവിനോടുള്ള ആ ഒരു അനുസരണം, അത് സ്നേഹത്തിൽ നിന്ന്, പൂർണ്ണമായ സ്നേഹത്തിൽ നിന്ന്, അവളുടെ ഹൃദയത്തിൽ നിന്ന് വന്ന അനുസരണമാണ്. നമുക്കറിയാം, അനുസരണം നമുക്ക് ഇഷ്ടമില്ലാത്തവരെ അനുസരിക്കുമ്പോൾ നമുക്ക് ഇറിറ്റേഷനാണ്. പക്ഷെ നമ്മൾ ഇഷ്ടപ്പെടുന്നവരെ അനുസരിക്കുന്നത് നമുക്ക് സന്തോഷം തരുന്ന കാര്യമാണ്. അപ്പോൾ മഗ്ദലേന മറിയം ഈശോയെ ഇഷ്ടപ്പെട്ടുകൊണ്ട് അനുസരിച്ചതാണ്. ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, നമ്മൾ ഈ ഉൽപ്പത്തിയുടെ പുസ്തകം 18-ാമത്തെ അധ്യായത്തിൽ ഈ സോദോം ഗൊമോറ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് കർത്താവ് പോകുന്നതിന് തൊട്ട് മുമ്പ് ദൈവമായ കർത്താവ് ഇങ്ങനെ പറയാണ്, പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ഒരു സംഭാഷണം പോലെ, ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം അവനിൽ നിന്ന് മറച്ചു വെക്കണമോ എന്ന് പറഞ്ഞാൽ, അബ്രാഹം അതുപോലെ ദൈവത്തിൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവം ചെയ്യാൻ പോകുന്ന ദൈവികമായ രഹസ്യങ്ങൾ അബ്രാഹത്തോട് വെളിപ്പെടുത്താം എന്ന് കർത്താവ് പറയാണ്. അപ്പോൾ ദൈവിക രഹസ്യങ്ങളെ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവർക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുക്കും. അപ്പോൾ അബ്രാഹം കയറി നിന്ന് ദൈവത്തിൻ്റെ മുമ്പിൽ നിന്ന് ദൈവത്തിൻ്റെ വഴി തടയാണ്. അപ്പോൾ അവസാനം പറയുന്നുണ്ട്, 10 നീതിമാന്മാരെ പ്രതിയെങ്കിലും ആ സൊദോം ഗൊമോറ ദേശത്തെ നശിപ്പിക്കാതിരിക്കുമെന്ന് ചോദിക്കുമ്പോൾ ദൈവം അതനുസരിക്കുകയാണ്. പ്രിയമുള്ളവരെ, കർത്താവിനെ സ്നേഹിക്കുന്നവർ, കർത്താവിൻ്റെ പാദത്തിലിരിക്കുന്നവർ, ബെഥാനിയയിലെ മറിയത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുന്നുണ്ടല്ലോ. തൈലാഭിഷേകത്തിൻ്റെ സമയത്ത് കർത്താവ് പറയാ, അവൾ പാദങ്ങളിൽ തൈലം പൂശിയത് എൻ്റെ മൃതസംസ്കാര ദിനത്തിൻ്റെ ഒരുക്കമായിട്ടാണെന്ന്. അപ്പം മറിയത്തിന് എങ്ങനെയാണ് മനസ്സിലായി? ഇതിനു മുമ്പ് കർത്താവ് വന്നപ്പോഴൊന്നും അവൾ ഈ സുഗന്ധതൈലം എടുത്ത് പൂശിയിട്ടില്ല. പക്ഷേ അന്ന് കർത്താവ് വന്നപ്പോൾ അവൾ സുഗന്ധതൈലം പൂശാൻ തുടങ്ങി, വിലയേറിയ തൈലം, നാർദിയൻ സുഗന്ധതൈലം. അപ്പോൾ ഈശോയുടെ മനസ്സ് കർത്താവ് ആർക്ക് വെളിപ്പെടുത്തി കൊടുത്തു? ഈ ബെഥനിയയിലെ ലാസറിൻ്റെ സഹോദരിയെ മറിയത്തിന് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ഈശോയുടെ പാദത്തിലിരുന്ന് ഈശോയെ ആരാധിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ, സ്വർഗത്തിൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു പക്ഷേ മഗ്ദലേന മറിയത്തിൻ്റെ അത്രയൊന്നും പാപം ചെയ്തവരല്ലല്ലോ. അതുകൊണ്ട് മഗ്ദലേന മറിയത്തെക്കാളും കൂടുതലായിട്ട് കർത്താവിൻ്റെ അടുത്തേക്ക് ഒന്ന് ചേർന്നിരിക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടാകേണ്ടതല്ലേ? അപ്പോൾ കർത്താവ് നമ്മുടെ പാപങ്ങൾ, നമ്മളെ നിസാരവോ ഗൗരവമായിട്ടുള്ള പാപങ്ങളൊക്കെ നിരുപാധികം ക്ഷമിച്ച് നമുക്ക് വേണ്ടിയിട്ട് കുരിശിൽ മരിച്ച് പിന്നെ നമ്മളോട് പറയാണ്, മകനെ, മകളെ, നിനക്ക് വേണ്ടിയാണ്, നിന്നെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഞാനിത് ചെയ്തത്, അതുകൊണ്ട് നീ മേലിൽ പാപം ചെയ്യല്ലേ എന്ന് പറയുമ്പോൾ സ്നേഹം കൊണ്ട് ആ വാക്കനുസരിക്കാൻ നമുക്ക് പറ്റിയാൽ നമ്മുടെ മുമ്പിൽ കർത്താവ് വരില്ലേ? മഗ്ദലേന മറിയത്തിൻ്റെ മുമ്പിൽ കർത്താവ് പ്രത്യക്ഷപ്പെട്ട പോലെ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും. നമുക്ക് കർത്താവിനെ തടഞ്ഞു നിർത്താം. കർത്താവിനെ തടഞ്ഞു നിർത്തുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ, കർത്താവിൻ്റെ ഇഷ്ടങ്ങൾ അറിയാനും ആ ഇഷ്ടങ്ങളിൽ നമുക്ക് ഒരു സ്വാധീനം ചെലുത്താനുള്ള കഴിവ് കിട്ടുക എന്നാണ് അർത്ഥം. അപ്പം നമുക്ക് അങ്ങനെ ചെയ്യാനുള്ളൊരു കൃപ കിട്ടട്ടെ. മഗ്ദലേന മറിയത്തിൻ്റെ മധ്യസ്ഥ സഹായം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കാൻ വലിയ കൃപ കിട്ടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ.